അല്ല, ഇതാര്? ടീനു മോളോ? യെസ് ആൻറ്റി. മമ്മി പറഞ്ഞു ഒരു 20 കേക്ക് വേണമെന്ന്. ഓ യെസ് യെസ്, മമ്മി വിളിച്ചിരുന്നു എന്നെ. നിങ്ങൾ എവിടെയൊക്കെ ടൂർ പോകുന്നത്? കൊടൈക്കനാലിലേക്കാ ടൂർ പോകുന്നത്. ഓ സൂപ്പർ, ബെസ്റ്റ് സ്ഥലം തന്നെയാണ്. ഞാനിപ്പോൾ കേക്ക് എടുത്തോണ്ട് വരവേ. ഓക്കെ ആൻറ്റി. ടീനു മോളെ. താങ്ക് യു ആൻറ്റി. ഹായ് ടീനു, നീ എന്താ ഇവിടെ? ഞാൻ കേക്ക് മേടിക്കാൻ വന്നതാ. എൻ്റെ മമ്മി പറഞ്ഞിട്ട് കേക്ക് മേടിക്കാൻ വന്നതാ. നീ ഇത്രയും വലിയ കടയിലൊക്കെ വരുമോ? അതെന്താ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ കടയിലൊന്നും വന്നുകൂടെ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ആ ചോദ്യം എന്നോട് വേണ്ട. എന്തു കേക്കാ? എൻ്റെ മമ്മി പറഞ്ഞിട്ട് മേടിച്ചതാ. നാളെ ഞങ്ങൾ കൊടൈക്കനാലിൽ പോവാ. അപ്പൊ കേക്ക് കഴിച്ചിട്ട് പോവാലോ. ബസ്സിൽ വിശക്കുമ്പോ നമുക്ക് കേക്ക് കഴിക്കാലോ. അതെ, നാളെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് കൊടൈക്കനാലിലേക്ക് ടൂർ പോവാണല്ലോ. ഫോട്ടോസൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് അയച്ചു തരാട്ടാ. ഓക്കെ ബൈ. എന്നേത് മോളെ, ആ വായ നടക്കൂ. എങ്ങോട്ടാ നീ? കേക്ക് മേടിക്കുന്നില്ലേ? കേക്ക് ഇപ്പൊ വേണ്ട. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പാറുവിനോട് പറയാനുണ്ട്. ഞാൻ പോയിട്ട് വരട്ടെ. കൊടൈക്കനാലിലേക്ക് ടൂർ പോവാ നാളെ. അവര് കാശുള്ളവരല്ലേ, അവര് പൊക്കോട്ടെ. നമുക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയാ? നീ അതും പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നോ. അവര് നാളെ സ്റ്റാറ്റസ് ഇട്ട് നിറയ്ക്കും. കൂടാതെ നിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോസ്. അത് കണ്ടിട്ട് നീ വയറ് നിറച്ചിരുന്നു അവിടെ. നീ എന്തെങ്കിലുമൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ നിന്റെ അമ്മയോട് പറയണം നമുക്ക് ടൂർ പോണെന്ന്. പിന്നെ അത് പറഞ്ഞോണ്ട് എന്റെ അമ്മയുടെ അടുത്ത് തന്നെ ചെന്നാ മതി. ടൂർ നാളെ തന്നെ കൊണ്ടുപോകും, അല്ല ഇന്ന് തന്നെ കൊണ്ടുപോകും. ടൂറ് പോയാലേ ഇനി മുതൽ ഭക്ഷണം കഴിക്കുന്നത് വാശി പിടിക്കും നീ. അതൊന്നും അവിടെ ചെലവാവില്ല. നീ നിന്റെ ലിച്ചുനോട് പറ. അത് ശരിയാ, ലച്ചു പറഞ്ഞ ചിലപ്പോ അമ്മ സമ്മതിച്ചു കേൾക്കും. നീ വാ, നമുക്ക് ലച്ചിന്റെ അടുത്തേക്ക് പോയേക്കാം. അവളെ ഇങ്ങോട്ട് വിളിക്കടി. ടൂർ പോകേണ്ടത് നമ്മുടെ ആവശ്യമാണോ അവളുടെ ആവശ്യമാണോ? നമ്മുടെ ആവശ്യമില്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ട് പോണം. വാ എന്റെ പിന്നാലെ. ശരി, നടക്ക്. Mary had a little lamb, little lamb, little lamb. ലച്ചു, എന്താ എന്താ പറു? നീതു, നീ വന്നിട്ടുണ്ടോ? അത് ലച്ചു, നാളെ ഞങ്ങൾ ടൂറ് പോവാ. അത് പറയാൻ വേണ്ടി വന്നതാ ഞാന്. എന്ത്, നീ ആ ടൂർ പോണേ? ചുമ്മാ പറഞ്ഞതാടി. അത് ശരി, എവിടേക്ക് ടൂർ പോകുന്നത്? ഊട്ടിക്ക്. നിങ്ങളും വരുമോ? വാ, ഊട്ടിക്കോ? അമ്മ സമ്മതിക്കാൻ അറിയില്ല, അമ്മയോട് ചോദിച്ചു നോക്കണം. നീ ചോദിച്ചു നോക്ക്, നീ പറഞ്ഞ അമ്മ സമ്മതിക്കും. അയ്യോ, എനിക്ക് പേടിയാ. നീയും വായോ, നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. അമ്മ, എന്താ മക്കളെ? അമ്മ, നാളെ ഇതിന്റെ അമ്മക്ക് കൂടിയിട്ട് ടൂർ പോകുന്നുണ്ട്. നമുക്ക് പോയാലോ ഊട്ടിക്കാ? ഊട്ടിക്കോ? ഇപ്പൊ അവിടെ നല്ല താവാവും. നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് അമ്മ എന്നോട് പറയാൻ വേണ്ടിട്ട് വന്നതാ. അയ്യോ, ഇത്ര പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലല്ലോ ഞങ്ങള്. അമ്മ പോവാന്നൊന്ന് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ട്. അതെമ്മ, അമ്മ ഒന്ന് പോവാന്ന് പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ റെഡിയാവാം. ഞാനൊന്ന് അച്ഛനോട് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. എന്തായാലും നിങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ, അച്ഛൻ എന്തായാലും സമ്മതിക്കും. അങ്ങനെ നമ്മള് ഊട്ടിക്ക് പോവാണേ. സന്തോഷിക്കാൻ വരട്ടെ. എന്റെ അമ്മോട് ഞാൻ സമ്മതം ചോദിക്കണ്ടേ? അതൊക്കെ എന്റെ അമ്മ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ എന്തായാലും വരും. അതൊക്കെ ശരിയാ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അമ്മയോട് സമ്മതിപ്പിക്കും. എന്നാ ശരി, ഞാൻ വേഗം പോയിട്ട് വരാം. ഓക്കേ, എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. പിന്നെ നീ കേക്ക് മേടിക്കുന്നില്ലേ? അവള് കേക്കൊക്കെ ആയിട്ടാ പോയിക്കണേ. നീയും വാങ്ങിച്ചോ പോയിട്ട്. ഞാനും വാങ്ങിക്കുന്നുണ്ട്. അത് ശരിയാ, ടൂർ പോകുമ്പോ നമുക്ക് വിശക്കില്ലേ, അപ്പൊ നമുക്കും കഴിക്കാം. പാറുമോളെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ? അമ്മ, എന്റെയും ലച്ചിന്റെയും ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്തു. ചേച്ചിയുടെ കവറ് ബാഗിലാക്കിക്കോളും. എന്റെ പൊന്നുമോളെ, അമ്മയുടെ ഡ്രസ്സ് ഇതിലൊന്നും ഒതുക്കി തരാൻ പറ്റുമോ? അതിനെന്താ, ഇതിൽ ഇനിയും സ്ഥലമുണ്ട്. അമ്മയുടെ ഡ്രസ്സ് ഇതിൽ പാക്ക് ചെയ്തോളൂ. നമ്മൾ ഇന്ന് രാത്രി പുറപ്പെടും മോളെ. അമ്മേ, ചേച്ചി എവിടെ? അവരൊക്കെ റൂമിൽ ഭയങ്കര പാക്കിങ്ങിലാ. 10 മണിക്ക് വണ്ടി വരും, അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കണം. ഓക്കെ, ശരി അമ്മേ. പാറു, ഈ എന്തെങ്കിലും നമ്മൾ വെക്കണ്ടോ? ഇല്ല ലച്ചു, ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ 2 ബാഗ്. ഇതൊന്ന് കവിതയാണ്, ചെറിയമണി കവിതയാണ്. ഇതെന്താടി ഇത്രയധികം ഈ പെട്ടില്? എന്റെ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത്രയധികം സാധനങ്ങളോ? നീ എന്താ അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ പോവാണോ? എന്നാ അവിടെ ഉള്ളവർക്ക് രാജ്യം വിടും. അത് നീ അവിടെ താമസിക്കുമ്പോ അപ്പൊ ആൾക്കാർ അവിടെ നിന്ന് രാജ്യം
നീ എന്നെ തൊടാൻ വാ